അവല് സുബീകൻ ഈ പൊട്ടന്മാരോട് നീച്ചോണെന്നല്ല നിങ്ങളാലോചിക്കണേ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ പോകുന്നത് ചോർ ബസാർക്കാണ്. രാവിലെ 5 മണിക്കും ഇവിടുത്തെ തിരക്കണ്ടപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. നമ്മളെ സെറ്റ് അടിച്ച് മാറ്റി നമുക്ക് തന്നെ അപ്പുറത്ത് കൊണ്ട് വെക്കുന്ന ടീം ഇവിടെ ഉണ്ട് എന്നുള്ളത്. ദേ കിടക്കുന്നു ജോക്കി സെട്ടി 50 റുപ്യ വില. ആരെങ്കിലും ഇട്ടാണോ എന്ന് പഠിച്ചോനാരെ. ഇത് പാട്ട് പാടല്ലോ. നമ്മളവിടെ 1000-1200 റുപ്യ വിലയുള്ള ബാഗിന് 300 റുപ്യ എന്നാണ് ഓൻ പറയുന്നത്. ഇവന് ഭ്രാന്തായ റൈഡേഴ്സിന്റെ ജാക്കറ്റ് 500 റുപ്യ രണ്ടെണ്ണത്തെ. അഡിഡാസിന്റെ നൈക്കിന്റെ കമ്പനി പോയ പോലും ഇത്ര തോന്നെ കളക്ഷൻ അവിടെ കാണാൻ കിട്ടൂല. ഇതൊക്കെ എവിടെ കടിച്ചു മാറ്റിയാണെന്ന് പഠിച്ചോനാരെ. ഇമാരി കിടിലം ക്വാളിറ്റി സാധനങ്ങൾക്കൊക്കെ 300-400 റുപ്യ വരുന്നുള്ളൂ. കട്ടതാണെങ്കിലും ഇവർ കുറവൊന്നും വരുത്തുന്നില്ല. ലാപ്പ് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാസ്ട്രാക്കിന്റെയും G-Shockന്റെ ഒക്കെ ബ്രാൻഡഡ് വാച്ചുകൾ 150 റുപ്യ. DSLR കിടിലം ക്യാമറകൾക്ക് വെറും 5000 റുപ്യ അവിടെ വരുന്നുള്ളൂ. ഏതോ പാവകുട്ടികൾ കളിച്ചു കൊടുത്ത് അടിച്ചു മാറ്റി കൊടുത്താണ് ഇത്. സംഭവം ചോർ ബസാറാണെങ്കിൽ ഇവിടെ നല്ല സാധനങ്ങളും കിട്ടുട്ടോ. ഇതിനൊക്കെ 100 റുപ്യ ഉള്ളേ. ഞങ്ങൾക്ക് ഇന്ന് ഡൽഹി കറങ്ങാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി മെട്രോ കയറി നേരെ റൂമിൽ വിടാൻ തീരുമാനിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഡൽഹി മെട്രോ ഒരു സംഭവം തന്നെ കേട്ടോ. ഡൽഹി കൂടെ വണ്ടി എടുക്കുമ്പോൾ പിന്നെ വണ്ടിക്ക് എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് ആരും നോക്കാത്തോണ്ട് കുഴപ്പമില്ല. ഈ ഇടയായിട്ട് ഞാൻ ആത്മാർത്ഥതയോടെ നിറകൂടമാകുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു വെയിലത്ത് നിന്ന് കരിയാണ്. അവരെ രണ്ടാളും കൂട്ടത്തിൽ നിന്ന് വഴി തെറ്റിയതാണെന്ന് തോന്നുന്നു ഈ നിൽക്കുന്നത്. ഇതാണ് ഹ്യൂമൻ ടോംബ്. ഡൽഹിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ ആണ് ഇത്. കിടിലൻ വൈബാണ് ഇതിന്റെ ചുറ്റും. ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ നടുവിലാണ് ഈ കാണുന്ന കാഴ്ച. നമ്മുടെ ബസിന്റെ ഡ്രൈവർ അയച്ചിട്ട് ഇന്റെ നെഞ്ഞ് പടച്ചു കഴിഞ്ഞിട്ടില്ല രാമ. ഒന്നുകൂടെ ഉണ്ട് ബാക്കി. സരോജിനിയുടെ ഓഫറിന്റെ ലോകം എവിടെയൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ പാർട്ട് 2